പിന്നീട് ടീനേജ് എന്ന് പറയുന്ന കൗമാരം ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ കാലമാണ്. പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്നാണ് ചില മനഃശാസ്ത്രജ്ഞന്മാർ ആ കാലത്തെക്കുറിച്ച് പറഞ്ഞത്. താൽക്കാലികമായ ഒരുതരം ഭ്രാന്തിന്റെ കാലമാണ്. ഹള്ളിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്, ആന്തരികമായ സംഘർഷങ്ങൾ, വൈകാരിക വിക്ഷുബ്ധാവസ്ഥകൾ, ഇതൊക്കെ ഒരു കുട്ടിയിൽ ഏറ്റവും കൂടുതൽ ഒരു കൊടുങ്കാറ്റ് കണക്കെ കുട്ടിയുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. 13 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായം. നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞല്ലോ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുകയും അപകടങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആ പ്രായത്തിന്റെ ചില പ്രത്യേകതകൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒന്ന്, അവരെ നയിക്കുന്ന ഫിലോസഫി, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ പറയുന്നത് ശരിയാ, ഞാൻ ചെയ്യുന്നത് ശരിയാ, നിങ്ങൾക്ക് എന്താ അറിയാം വാപ്പാ. നമ്മൾ പറയും മക്കളോട്, ഞാനൊക്കെ അന്ന് സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഒരു ഹവായി ചെരുപ്പിട്ട് നടന്ന് മടമ്പ് ഓട്ടയാകത്തക്ക വിധത്തിൽ നടന്നത്. ഇപ്പൊ 4000 റുപ്യന്റെ ഷൂസ് കഴിഞ്ഞ മാസം ഒന്ന് വാങ്ങിയത്, ഇപ്പൊ അവനത് പറ്റൂല എന്ന് പറയുന്നു. അപ്പൊ പറയും പഴംപുരാണം തുടങ്ങി എന്ന് പറയാൻ തുടങ്ങും. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി. അതാണ് കൗമാരത്തിന്റെ ഫിലോസഫി. രണ്ടാമത്തേത് മനഃശാസ്ത്രം പറയുന്നത്, they will be more attached to peers and they will keep away from parents എന്നാണ്. അവർ ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കാരോടാണ്? പിയർ ഗ്രൂപ്പുമായിട്ടാണ്. സുഹൃത്താണ് അവന്റെ എല്ലാം നിശ്ചയിക്കുക. മാതാപിതാക്കൾ അകലം പാലിച്ചു തുടങ്ങും. അവിടെയാണ് പരിശുദ്ധ പ്രവാചകന്റെ കൽപ്പന നാം മനസ്സിലാക്കേണ്ടത്. അൽ മർഉ ഫി ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലായിരിക്കും എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതത്തിലാകും. അതുകൊണ്ട് ഒരു അറബിക്കവി പാടിയിട്ടുണ്ട്, വഖ്തർ കരീനക വസ്തഫീഹി തഫാഖുറൻ ഇന്നൽ ഖരീന ഇലൽ മഖാരിനി യുൻസബു. നീ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോ നിനക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളെ ആകണം സുഹൃത്തായി തെരഞ്ഞെടുക്കേണ്ടത്. ഇന്ന ആളുടെ ഫ്രണ്ടാണ് ഞാനെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയണം. 18കാരനെ മയക്കുമരുന്ന് കേസ് പിടികൂടി എന്ന പത്രവാർത്ത വന്നാൽ ആ ഫോട്ടോ കാണിച്ചിട്ട് ഒരാൾ അഭിമാനത്തോടു കൂടി പറയില്ല ഇതെന്റെ സുഹൃത്താണ് എന്ന്. അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരാളെയാകണം നീ സുഹൃത്തായി തെരഞ്ഞെടുക്കുക. ഈ സൗഹൃദ ബന്ധമാണ് കൗമാരത്തിന്റെ വലിയ പ്രശ്നം. ഒരുപാട് ഒരു കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയവൻ എന്ന നിലക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 25ഓളം വരുന്ന ഡി അഡിക്ഷൻ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടും ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞു വന്നൊരു സഹോദരൻ. ഞാനോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതം തകർക്കപ്പെടാൻ കാരണമായി തീർന്ന ലഹരിയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തമാകണം, അതിന് തുടക്കം ഉണ്ടാവുമല്ലോ. കഅ്സുല്ലൂല എന്ന് അറബി കവിതയുണ്ട്. ആ കഅ്സുല്ലൂല, ആദ്യത്തെ പാനപാത്രം, അതാണ് ജീവിതം തകർക്കുക. രണ്ടാമതൊരു